Welcome students. Fermi theory of beta decay continuation ആണ് ഇന്നത്തെ ക്ലാസ്. We derived this equation that is n of p dp is equal to c naught p e square p nu square dpe and the Fermi factor f. And in terms of kinetic energy we can write this equation as like this. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ n of p divided by p square f Fermi factor f ചെയ്യുവാണെങ്കിൽ we know that it is proportional to ഇത് കോൺസ്റ്റൻ്റ് ആണ്, then it is proportional to p nu square. So ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുവാണെങ്കിൽ it is proportional to p nu. And what is p nu? P nu c is equal to q minus k where c is a constant. So it is proportional to q minus k. ഇനി നമ്മൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് n ഓഫ് p ബൈ p സ്ക്വയർ എഫ് വെച്ച് എഫും അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോണും വെച്ചിട്ട് നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുകയാണ്. അതിനെ നമ്മൾ ഫെർമി ക്യൂറി പ്ലോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗാലിയം 3166ൻ്റെ ബീറ്റ ഡിക്കെ, ദാറ്റ് ഈസ് അതിനെ ബീറ്റ ഡിക്കെ ചെയ്തിട്ട് സിങ്ക് 3066 ആകുന്നു ബൈ എമിറ്റിംഗ് പോസിട്രോൺ ആൻഡ് ന്യൂട്രനോ. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടേണ്ട ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു ലോ എനർജി പാർട്ടിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് എന്താണ് ആ ഒരു എക്സ്പെരിമെൻ്റിൽ കിട്ടുന്ന ആ ഒരു പ്ലോട്ടുമായിട്ട് വളരെയധികം മാച്ച് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. നമുക്ക് സ്ട്രൈറ്റ് ലൈനാണ് കിട്ടേണ്ടത് എങ്കിൽ പോലും ചെറിയൊരു വേരിയേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് ആ ലോ എനർജി പാർട്ടിൽ ഒരു സ്കാറ്ററിങ് എഫക്റ്റ് മൂലം ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസമാണ്. ഇനി ഇതിൻ്റെ ആംഗുലർ മൊമെൻ്റം പാരിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഗാലിയത്തിൻ്റേത് 0 പ്ലസും ആംഗുലർ മൊമെൻ്റ് 0 പാരിറ്റി പ്ലസ്, അതുപോലെ തന്നെ സിങ്കിൻ്റേത് 0 പ്ലസ് ആണ്, നോ ചേഞ്ച്. ഇനി നമ്മൾ ആംഗുലർ മൊമെൻ്റ് പാരിറ്റി ചേഞ്ച് വരുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഈ ഒരു പ്ലോട്ട് വരച്ചിരിക്കുന്നത് ഇട്രിയം 9139, ഇത് ബീറ്റ ഡിക്കയ്ക്ക് ശേഷം സിർക്കോണിയം 9138 ആകുന്നു. അതിൻ്റെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നില്ല. സോ ദ ഫെർമി എക്സ്പ്രഷൻ ഡസ് നോട്ട് മാച്ച് വിത്ത് ദി എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ ആംഗുലർ മൊമെൻ്റ് പാറ്റി നോക്കുക. ഇട്രിയത്തിൻ്റേത് ഹാഫ് ആംഗുലർ മൊമെൻ്റ് ഹാഫ് ആൻഡ് പാറ്റി ഈസ് മൈനസ്, ആൻഡ് ഹിയർ ഫോർ സിർക്കോണിയം 5/2 പ്ലസ് ആണ് വരുന്നത്. സോ ദർ ഈസ് എ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻ്റം ആൻഡ് പാരിറ്റി. അപ്പോൾ ഈ ആംഗുലർ മൊമെൻ്റവും പാരിറ്റിയും നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. I to the power pi, where I is the angular momentum and pi is the parity. ഇത് പാരൻ്റ് ന്യൂക്ലിയയുടെ, ദെൻ ഡോട്ടർ ന്യൂക്ലിയയുടേത്, പിന്നെ ഈ വരുന്നത് എന്താണ് ബീറ്റ പാർട്ടിക്കിളിൻ്റേത്, അതായത് ഇലക്ട്രോണോ പോസിട്രോണോ അല്ലെങ്കിൽ ന്യൂട്രനോ ആൻറ്റി ന്യൂട്രനോ, അതിൻ്റെ രണ്ടിൻ്റെ ആംഗുലർ മൊമെൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മളെടുത്ത വേവ് ഫംഗ്ഷൻ്റെ ഒരു ടേം, നമ്മളെടുത്ത വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? സൈ ഇ ഈസ് ഈക്വൽ ടു 1/√v ഇൻറ്റു 1 പ്ലസ് I ഇൻറ്റു പി ഡോട്ട് ആർ ബൈ എച്ച് ക്രോസ്, അതുപോലെ തന്നെ I ഇൻറ്റു പി ഡോട്ട് ആർ ബൈ എച്ച് ക്രോസ് ഓൾ സ്ക്വയർ. അങ്ങനെ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു, 1 മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ അലൗഡ് അപ്രോക്സിമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 1 മാത്രമേ നമ്മൾ റിട്ടൈൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോൺ ഓർ പോസിട്രോൺ എന്ന് പറയുന്നത് എവിടെയാണ്? ആ ഒരു ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ, ഒറിജിനിലാണ് ആ ഒരു ഫോർമേഷൻ, എന്നിട്ടാണ് അവിടെ നിന്ന് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഓർബിറ്റൽ മൊമെൻറ്റം L4 ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇപ്പോൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിട്രോൺ അല്ലെങ്കിൽ ന്യൂട്രനോ അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രനോ, ഇതിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L എന്ന് പറയുന്നത് 0 ആണ് ഈ കേസിൽ. ഓക്കെ, ഇതിനെ നമ്മൾ അലൗഡ് അപ്രോക്സിമേഷൻ, 1 മാത്രം എടുക്കുകയാണെങ്കിൽ അലൗഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇനി സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും എന്നൊക്കെ പറയുന്നത് ഹാഫും ആണ്. സോ അതിൻ്റെ സ്പിൻ ക്വാഡ് നമ്പർ ക്യാപിറ്റൽ എസിനെ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അതെന്താണ്? ഹാഫ് പ്ലസ് ഓർ മൈനസ് ഹാഫ് വരും. സോ 0 1 ഇതാണ്. ഇപ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ എടുക്കുകയാണ്. സപ്പോസ് L is equal to 0 എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0, ദെൻ ക്യാപിറ്റൽ S ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? L - S L + S ആണ്. സോ ജെയുടെ വാല്യൂ 0 വരും. ഇത് കമ്പൈൻ ഈ എല്ലിൻ്റെയും എസിൻ്റെയും കോമ്പിനേഷൻ ആണല്ലോ ആംഗുലർ മൊമെൻ്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ L 0 S 0 J 0 ആണെങ്കിൽ ഡെൽറ്റ I എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ I 0 ആയിരിക്കും. ദെൻ ദർ ഈസ് നോ പാരിറ്റി ചേഞ്ച്. എന്തുകൊണ്ടാണ്? പാരിറ്റി എന്ന് പറയുന്നത് -1/L ആണ് വരുന്നത്. സോ L is equal to 0 ആണ് വരുന്നത്, അതുകൊണ്ട് നോ പാരിറ്റി ചേഞ്ച്. ഇനി ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഇവിടെ എന്താണ്? 0 വരുന്നു. സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്താ നമ്മൾ എടുത്തത്? 0 ആയിട്ട് വരുന്നു. കമ്പൈൻ ചെയ്തപ്പോൾ 0യും 1ഉം കിട്ടും. നമ്മളിപ്പോൾ എടുത്തതാണ് S ഈക്വൽ ടു 0. ഈ ടൈപ്പിലുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ അലൗഡ് ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അലൗഡ് എന്ന് മീൻസ് L is equal to 0. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 ആകുന്ന കേസിലാണെങ്കിൽ, അതായത് നമ്മൾ എന്താണ് 1 ആണ് അപ്രോക്സിമേറ്റ് ചെയ്തത്, അതിനെ നമ്മുടെ അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നു.
ഇപ്പോൾ ഈ അലൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമേ ഈ ഒരു ട്രാൻസിഷൻ മാത്രമേ നടക്കത്തുള്ളൂ, വേറൊന്നും നടക്കുന്നില്ല എന്നല്ല അതിൻ്റെ മീനിങ്. പ്രോബബിലിറ്റി, ഈ ഒരു ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. ഇനി ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു S equal to 0. S equal to 0 വരുന്നതിന് നമ്മൾ ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ is 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അലൗഡ് ട്രാൻസിഷൻ. ഫെർമി ട്രാൻസിഷൻ റെസ്പോൺസ് ടു S equal to 0. ഇനി അടുത്ത കോമ്പിനേഷൻ എന്താ വരിക? ഇപ്പോൾ നമ്മൾ എസ്സിന് 2 കോമ്പിനേഷൻ വരാം, 0യും 1ഉം വരാം. നമ്മൾ 0 എടുത്തുള്ളൂ. ഇനി L is equal to 0, S equal to 1 വരാം അല്ലേ. L equal to 0, S equal to 1 ആണെങ്കിൽ J എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. L plus S, J is equal to 1. അപ്പോൾ J is equal to 1 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ വരുന്നത് -J2 + J ആണ്. അപ്പം ഐയുടെ വാല്യൂ വരുന്നത് ഏതൊക്കെ വരാം? IP is equal to I daughter പ്ലസ് ദി ഔട്ട് ഗോയിങ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം അല്ലേ. അപ്പോൾ ഇവിടെ J is equal to 1 ആണെങ്കിൽ 0 ± 1 വരാം. 0 ± 1, അതായത് -1 to +1 ആണ്. സോ -1, 0, +1. അപ്പോൾ ഇത് ഇത്രയും കോമ്പിനേഷൻസ് ഇവിടെ വരാം. ഈ ഒരു ചേഞ്ചസ് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ കൂടെ വരുന്ന ഔട്ട് ഗോയിങ് പാർട്ടിക്കിളിൻ്റെ കാരണം ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ +1 വരാം, 0, 1 വരാം, -1 വരാം. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 ± 1. പാരിറ്റി നോ ചേഞ്ച്. പാരിറ്റി നോ ചേഞ്ച് എന്ന് പറയാൻ L is equal to 0 ആണ്. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പാരിറ്റി. സോ L is equal to 0 വന്നുകൊണ്ട് ഇതെന്താണ്? അലൗഡ് ട്രാൻസിഷൻ ആണ്. ബട്ട് S equal to 1 ആണ്. S equal to 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നു. സോ ദാറ്റ് വൺ ഈസ് അലൗഡ് ഫെർമി ട്രാൻസിഷൻ. Here S equal to 1, it is called gamoteller transition. So this transition is called allowed gamoteller transition. അപ്പോൾ ഫെർമി തിയറി മെയിനായിട്ടും ഈ ഒരു അലൗഡ് ട്രാൻസിഷനാണ് പറയുന്നത്. കാരണം നമ്മൾ 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ആ ഒരു എക്സ്പാൻഷൻ എടുത്തപ്പോൾ 1 മാത്രമേ റിട്ടൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി L is not equal to 0, അതായത് 1, L is equal to 1, L is equal to 3, 4 അങ്ങനെയൊക്കെ ആകാമല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസിക്കലി ഇതിനെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു ന്യൂക്ലിയർ റേഡിയസ്, അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്നു. റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R, PE മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സ്മോൾ r എന്ന് പറയുന്നത്. സോ ഹിയർ ദി ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? PE, ലീനിയർ മൊമെൻറ്റം into that perpendicular distance, angular momentum of the electron. ഇനി മാക്സിമം ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? മാക്സിമം എത്തുന്നത് ഇവിടെ അല്ലേ. ആ മാക്സിമം എത്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ R. സോ മാക്സിമം ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ PE ഇൻറ്റു ക്യാപിറ്റൽ R. ഇനി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോണിനെ ഞാനൊരു 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. റെസ്റ്റ് മാസ് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ റിലേറ്റിവിസ്റ്റിക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ √of P² C² പ്ലസ് me² c⁴. ഇതിനെ നമ്മൾ റെസ്റ്റ് മാസ് ഓഫ് ദി കൈനറ്റിക് എനർജി, റെസ്റ്റ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ C അതുപോലെ തന്നെ ME എന്ന് പറഞ്ഞാൽ 0.511, കൈനറ്റിക് എനർജി ഈസ് 1 MeV എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലീനിയർ മൊമെൻറ്റം PE എന്ന് പറയുന്നത് 1.4 MeV/c ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്സിമം ആംഗുലർ മൊമെൻറ്റ് PE ഇൻറ്റു R ആണല്ലോ. ദിസ് ഈസ് PE ആൻഡ് PE ഇൻറ്റു R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 5 to 6 ഫെംറ്റോമീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 7 MeV Fm/c ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ക്വാണ്ടം മെക്കാനിക്കലി ദിസ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? √of L ഇൻറ്റു L+1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 7 MeV Fm/c എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതായത് ഇവിടെ H×c എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫെംറ്റോമീറ്റർ വരും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലാകും. നമുക്ക് 1/30 വിച്ച് ഈസ് ഈക്വൽ ടു 0.03. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് √of L ഇൻറ്റു L+1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് വെരി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 1, 2, 3 അല്ലെ L ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി വളരെ കുറവാണ്. ലെസ് പ്രോബബിൾ ആണ് ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നതിന്. എങ്കിലും നടക്കാം, കാരണം അലൗഡ് ട്രാൻസിഷൻ പോസിബിൾ അല്ല എങ്കിൽ അതങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ വരുന്നു. ഓക്കെ, ഇപ്പോൾ L ഈസ് ഈക്വൽ ടു C, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഫോർബിഡൻ ഡീക്കേ എന്ന് പറയുന്നു.
അപ്പോൾ അലൗഡ് ഡീക്കേ എന്ന് പറഞ്ഞ പോലെ അതിന് പ്രോബബിലിറ്റി കൂടുതലാണ്. ഇവിടെ ഫോർബിഡൻ ഡീക്കേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കേയില്ല എന്നല്ല അതിൻ്റെ മീനിങ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിൽ ട്രാൻസാക്ഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. ഇഫ് L is equal to 1 അതിനെ നമ്മൾ ഫസ്റ്റ് ഫോർബിഡൻ എന്ന് പറയുന്നത്. അപ്പോൾ S equal to 0 S equal to 1 ആകാം. അപ്പം S equal to 0 ആണെങ്കിൽ ഫസ്റ്റ് ഫോർബിഡൻ ഫെർമി ട്രാൻസിഷൻ എന്ന് പറയും. S equal to 1 ആണെങ്കിൽ ഫസ്റ്റ് ഫോർബിഡൻ ഗാമോറ്റെല്ലർ ട്രാൻസിഷൻ എന്ന് പറയും. ഇപ്പോൾ L is equal to 2 ആണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഫോർബിഡൻ S equal to 0 ആണെങ്കിൽ ഫസ്റ്റ് ഫോർബിഡൻ ഗാമോറ്റെല്ലർ ട്രാൻസിഷൻ. ഇഫ് L is equal to S equal to 1 ആണെങ്കിൽ ഫസ്റ്റ് ഫോർബിഡൻ ഗാമോറ്റെല്ലർ ട്രാൻസിഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തത് സെലക്ഷൻ റൂൾസ് ഫോർ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഇഫ് L is equal to 1 ഡെൽറ്റ പൈ എന്ന് പറഞ്ഞാൽ പാറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം L is equal to 1 ആണ്, പാറ്റി എന്ന് പറഞ്ഞാൽ -1/L ആണ്. സോ പാറ്റി ഈസ് ചേഞ്ചിങ്. സോ L is equal to 1 ആൻഡ് ഡെൽറ്റ പൈ എന്ന് പറയുന്നത് നമ്മൾ പാറ്റി ചേഞ്ചിന് നമ്മൾ കൊടുക്കുന്നത് യെസ് എന്ന് കൊടുക്കാം. യെസ്, പാറ്റി ചേഞ്ചസ് ഡെൽറ്റ പൈ ഈസ് ഈക്വൽ ടു യെസ്. ഇനി ഇവിടെ രണ്ട് കോമ്പിനേഷൻ വരാം. S equal to 0, L is equal to 1, S equal to 0. അങ്ങനെയാണെങ്കിൽ J is equal to 1. J is equal to 1 വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. J is equal to 1 വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റിയാണ്? J is equal to 1 പറഞ്ഞാൽ ഡെൽറ്റ I is equal to 0 ± 1. ഇത്രയും പോസിബിലിറ്റി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഴുതാം ഡെൽറ്റ I is equal to 0 ± 1. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഫോർബിഡൻ ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നു. ഫസ്റ്റ് ഫോർബിഡൻ വന്നത് L is 1 അല്ലെങ്കിൽ L not equal to 0 അല്ലേ? ദെൻ S equal to 0 വന്നുകൊണ്ടാണ് ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സപ്പോസ് L is equal to 1, S equal to 1 വരാമല്ലോ. S equal to 1 വരികയാണെങ്കിൽ J എന്ന് പറയുന്നത് എന്താണ്, ജെയുടെ വാല്യൂ 210 വരും. ഓക്കെ, ഡെൽറ്റ പൈ ചേഞ്ച് 210 വരുന്നുണ്ട്. ഡെൽറ്റ I എന്ന് പറയുന്നത് 0 ± 1 ± 2 വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. ഇതിനെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫോർബിഡൻ ഗാമോറ്റെല്ലർ ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ വേവ് ഫംഗ്ഷൻ എടുത്തപ്പോൾ psi is equal to 1/√p, എന്നിട്ട് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ആ 1 മാത്രം റീറ്റൈൻ ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ ഫെർമി ട്രാൻസിഷൻ, അലൗഡ് ഫെർമി ട്രാൻസിഷൻ എന്ന് പറയുന്നു. ഇനി അതല്ല ബാക്കിയെല്ലാം വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്യൂറി പ്ലോട്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ക്യൂറി പ്ലോട്ട് നമുക്ക് കറക്റ്റായിട്ട് എന്താ കിട്ടുന്നത്? ആ ഒരു പ്ലോട്ട് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല ബാക്കിയുള്ള, അതായത് അലൗഡ് അല്ലാത്ത മീൻസ് ഫോർബിഡൻ ട്രാൻസിഷനും കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് ഫെർമി ക്യൂറി പ്ലോട്ട് കുറച്ചും കൂടി സ്ട്രൈറ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഷേപ്പ് ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് L അല്ലേ? എല്ലിനനുസരിച്ചാണ്. L is equal to 1, 2, 3 അതിനൊക്കെ അനുസരിച്ചാണ്. സോ ഇത് എടുക്കാം, അത് ഫെർമി ട്രാൻസിഷൻ, അലൗഡ് ട്രാൻസിഷൻ. ഇനി ഇത് 0 ഇതെടുക്കാം. ഇത് വരുമ്പോഴത്തേക്കും അടുത്തൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. L is not equal to 0 എന്നുള്ള കേസ് വന്നു. ഇവിടെ വരുവാണെങ്കിൽ L is equal to 0 ആണ്. ഇത് പറയുമ്പോൾ L is not equal to 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം, ഇത് 0 ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ഓരോ ഇക്വേഷനും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്തിട്ട് ഫെർമി ക്യൂറി പ്ലോട്ട് കുറച്ചും കൂടി കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.